ഹലോ. വിശ്വാസം, അത്യാഗ്രഹം, പിന്നെ പാതിരാത്രിയിലെ വളരെ നിഗൂഢമായ ഒരു ഡെലിവറി കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വളരെ രസകരമായ ഒരു അമാനുഷിക നീതികഥയാണ്. നമ്മുടെ ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. അതായത്, ലോകം മുഴുവൻ നമ്മളെ കൈവിടുമ്പോൾ ശരിക്കും നമ്മളെ സഹായിക്കാൻ ആരുണ്ടാകും? ഈ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിലൂടെ നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ കഥയുടെ തുടക്കം ഒരു കൊടിയ വരൾച്ചയും അതിനെ തുടർന്നുള്ള പ്രതിസന്ധിയുമാണ്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആകാശത്ത് നിന്ന് തീമഴ പെയ്യുന്ന അവസ്ഥ. എങ്ങും വിണ്ടുകീറിയ ഭൂമി, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. പട്ടിണി കിടക്കുന്ന ഗ്രാമവാസികൾ ഒരു മണി ധാന്യത്തിനു വേണ്ടി അലയുകയാണ്. ശരിക്കും പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തരായ നമ്മുടെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഇതിലും മികച്ചൊരു പശ്ചാത്തലം വേറെയില്ല. ഇനി നമുക്ക് സത്യസന്ധതയും അത്യാഗ്രഹവും നേർക്കുനേർ വരുന്ന ആ അവസ്ഥയിലേക്ക് വരാം. ഇവിടെയാണ് ഈ കഥയുടെ രണ്ട് വ്യത്യസ്ത തലങ്ങൾ നമ്മൾ കാണുന്നത്. വിക്രം സത്യസന്ധമായി അധ്വാനിക്കുകയും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന വളരെ പാവപ്പെട്ട ഒരു കർഷകൻ. എന്നാൽ മറുവശത്ത് ആരാണെന്നോ, കരിഞ്ഞ ഹൃദയമുള്ള സേറ്റ് ധനിറാം. ഈ കൊടും വരൾച്ചക്കാലത്തു പോലും സ്വന്തം ഗോഡൌണുകളിൽ ധാന്യം പൂഴ്ത്തിവെക്കുന്ന ഒരു വമ്പൻ വ്യാപാരി. ഈ ധനിറാമിന്റെ ക്രൂരത എത്രത്തോളമുണ്ടെന്ന് ഒറ്റ വരിയിൽ ഞാൻ പറയാം. സത്യസന്ധത പറഞ്ഞാൽ വീട്ടിലെ അടുപ്പ് കത്തുകയില്ല. ഈ ഒരൊറ്റ വാചകം മതി അയാളുടെ ആ യഥാർത്ഥ വില്ലൻ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ. വിക്രമിന്റെ വിശ്വാസത്തെ അയാൾ എത്രത്തോളം പുച്ഛിക്കുന്നുണ്ടെന്ന് നോക്കൂ. അങ്ങനെ ഇരിക്കെ ആ രാത്രിയിൽ ഒരു നിഗൂഢ വ്യാപാരിയുടെ വരവോടെ കഥയാകെ മാറുകയാണ്. വിക്രമിന്റെ വിശക്കുന്ന മകൾക്ക് ഇനിയൊരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥയായി. അപ്പോഴാണ് കൃത്യം അർദ്ധരാത്രിയിൽ ഈ കഥ വളരെ ത്രില്ലിംഗ് ആയ ഒരു അമാനുഷിക വഴിത്തിരിവിലേക്ക് കടക്കുന്നത്. ആ സസ്പെൻസ് നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയുമോ? കാട്ടിലെ ആ കനത്ത മഞ്ഞിലൂടെ ഒരു വെളുത്ത വണ്ടി പുറത്തു വരികയാണ്. അത് ഓടിക്കുന്നതോ അസ്ഥികൂടം പോലെയുള്ള ഒരു ഭയാനകമായ നിഴൽ രൂപവും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു സാധാരണ ഭക്ഷണമല്ല കേട്ടോ. വിക്രമിന്റെ ആ ശുദ്ധമായ മനസ്സിന് ലഭിച്ച വളരെ ദിവ്യമായൊരു പ്രതിഫലമാണിത്. ആ നിഗൂഢ വ്യാപാരി വിക്രമിനെ മികച്ച ധാന്യങ്ങളുള്ള ഒരു വലിയ ചാക്ക് നൽകിയിട്ട് കൺമുന്നിൽ നിന്ന് അങ്ങ് മറഞ്ഞു. അവിശ്വസനീയമാണല്ലേ? പിന്നെ ആ ധാന്യം പാകം ചെയ്തപ്പോഴോ അതിൽ നിന്ന് വന്ന ആ ദിവ്യമായ സുഗന്ധം ശരിക്കും ഗ്രാമം മുഴുവൻ പടർന്നു. ഇത് കേട്ടതോടെ സേട്ട് ധനിറാമിന്റെ അത്യാഗ്രഹം ഉണരുകയാണ്. നമുക്കറിയാമല്ലോ, നായകൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം കിട്ടിയാൽ അത് തട്ടിയെടുക്കാൻ വില്ലൻ എപ്പോഴും ശ്രമിക്കുമെന്ന്. ആ ദിവ്യമായ ധാന്യം തട്ടിയെടുക്കാനായി ധനിറാം തയ്യാറാക്കിയ ആ ഒരു പ്ലാൻ നോക്കണേ. കാട്ടിലെ ആ ഇരുണ്ട വഴിയിൽ പോയി കാത്തു നിൽക്കുക. എന്നിട്ട് ആ അമാനുഷിക വാഹനത്തിൽ നിന്ന് ധാന്യങ്ങൾ മുഴുവൻ ബലമായി പിടിച്ചെടുക്കുക. അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനാവുക. അഹങ്കാരം കണ്ടോ അയാളുടെ? പക്ഷേ അവിടെയാണ് ധനിറാമിന്റെ അഹങ്കാരം തകർന്നടിയുന്നത്. ധനിറാം വിചാരിച്ചതുപോലെ തന്നെ ആ അമാനുഷിക വാഹനം തടഞ്ഞു നിർത്തി ധാന്യച്ചാക്കുകൾ മുഴുവൻ മോഷ്ടിച്ചു. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ താനാണ് എന്ന് വിശ്വസിച്ച് അയാൾ വീട്ടിലെത്തി ആ ചാക്കുകൾ തുറന്നു. എന്നാൽ അവിടെ അയാൾക്ക് കാത്തിരുന്നത് എന്താണെന്നറിയാമോ? ഏറ്റവും വലിയൊരു ഞെട്ടൽ. ആ ധാന്യങ്ങളെല്ലാം വെറും ചാരമായി മാറിയിരുന്നു. ചിന്തിച്ചു നോക്കൂ ആ അവസ്ഥ. ഇവിടെ പ്രകൃതിയുടെ നീതി എങ്ങനെ നടപ്പിലാകുന്നു എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാം. ധനിറാം സ്വന്തം വീട്ടിൽ തന്നെ പുറത്തു കിടക്കാൻ കഴിയാത്തൊരു അദൃശ്യമായ കൂട്ടിൽ അകപ്പെട്ടുപോയി. സത്യത്തിൽ സ്വന്തം അത്യാഗ്രഹം തന്നെയാണ് അവനെ അവിടെ തടവിലാക്കിയത്. അപ്പോൾ അത്യാഗ്രഹം മനുഷ്യനെ അന്ധനാക്കുന്നു. അർഹതയില്ലാത്തത് തട്ടിയെടുത്താൽ ഒരിക്കലും യഥാർത്ഥ സന്തോഷം ലഭിക്കില്ല എന്നൊരു അശരീരി അവിടെ മുഴങ്ങിക്കേട്ടു. ആ വലിയ ശിക്ഷയിൽ നിന്ന് അയാൾക്ക് മോചനം ലഭിക്കണമെങ്കിൽ അയാളുടെ ആ പഴയ അഹങ്കാരം പൂർണ്ണമായും തകരേണ്ടതുണ്ടായിരുന്നു. ഒടുവിൽ സ്വന്തം തെറ്റ് മനസ്സിലാക്കിയ ധനിറാം അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു, മാപ്പപേക്ഷിച്ചു. അയാളുടെ ആ ഈഗോ അല്ലെങ്കിൽ അഹങ്കാരം ഇല്ലാതായ ആ നിമിഷം തന്നെ ആ അദൃശ്യമായ കൂടും അവിടെ നിന്നും അപ്രത്യക്ഷമായി. അപ്പോൾ എന്താണ് ഈ കഥയുടെ യഥാർത്ഥ ഗുണപാഠം? നമ്മുടെ ഈയൊരു വിശകലനത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സത്യസന്ധതയും കഠിനാധ്വാനവും തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും, എത്ര ഇരുണ്ട കാലഘട്ടമായാലും ശരി, നിങ്ങളുടെ ധാർമ്മികത കാത്തുസൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും വലിയ പരീക്ഷണം. കാരണം അവസാനം സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. അത് തീർച്ചയാണ്. അവസാനമായി നിങ്ങളെ ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം ഞാനിവിടെ ചോദിക്കുകയാണ്. നീതി, കരുണ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്നുകൂടി ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ആ വില്ലൻ ശരിക്കും രണ്ടാമതൊരു അവസരം അർഹിച്ചിരുന്നു? സേട്ട് ധനിറാമിന് അങ്ങനെ എളുപ്പത്തിൽ മാപ്പ് നൽകേണ്ടതുണ്ടായിരുന്നു? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ഒരു വലിയ ചിന്ത നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എക്സ്പ്ലെയിനർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ കൗതുകകരമായ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.